കടലിന്റെ നടുക്ക് നൂറുകണക്കിന് കോടികളുടെ ഷിപ്പ് മുന്നോട്ട് പോകുന്നു. ഈ ഷിപ്പുകളുടെ നിയന്ത്രിക്കുന്നത് ആരാണെന്ന് നിങ്ങൾക്കറിയോ? ബ്രിഡ്ജിൽ നിന്ന് കമാൻഡ് ചെയ്യുന്ന ക്യാപ്റ്റൻ ആണോ, അതോ എഞ്ചിൻ റൂമിൽ 45 ഡിഗ്രി ചൂടിൽ മെഷീനിന് ജീവൻ നൽകുന്ന ചീഫ് എഞ്ചിനീയർ ആണോ? മർച്ചന്റ് നേവിയിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള അല്ലെങ്കിൽ ആഗ്രഹിക്കുന്ന കുട്ടികളുടെ ഏറ്റവും വലിയ കൺഫ്യൂഷൻ ആണ് DNS കോഴ്സ് ആണോ എടുക്കേണ്ടത് അല്ലെങ്കിൽ TME കോഴ്സ് ആണോ ചൂസ് ചെയ്യേണ്ടത്, ഏതാണ് നല്ലതെന്ന്. ഒരു തെറ്റായ തീരുമാനം നിങ്ങൾ എടുക്കുമ്പോൾ അത് നിങ്ങളുടെ ലൈഫ് തന്നെ കളഞ്ഞേക്കാം. നിങ്ങൾ എടുക്കുന്ന ഒരു ശരിയായ തീരുമാനം കൊണ്ട് നിങ്ങളുടെ ലൈഫ് സെറ്റിലും ആകും. ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ ഞാൻ DNS കോഴ്സിനെ കുറിച്ചിട്ടും TME കോഴ്സിനെ കുറിച്ചിട്ടും ക്ലിയർ ആയിട്ട് കമ്പയർ ചെയ്ത് പറയുന്നുണ്ട്. സോ വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങൾക്ക് തീരുമാനിക്കാം നിങ്ങളുടെ ചോയ്സ് എന്താണ്, നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉള്ള കാറ്റഗറി ഏതാണെന്ന് നോക്കിയിട്ട് നിങ്ങൾക്ക് അനുയോജ്യമായിട്ടുള്ള കോഴ്സ് നിങ്ങൾക്ക് ചൂസ് ചെയ്തെടുക്കാം. അതുകൊണ്ട് തന്നെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും എല്ലാവരും കാണണേ. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്ക്. കാരണം മെർച്ചന്റ് നേവി റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് ഇനി ഞാൻ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് പെട്ടെന്ന് വീഡിയോസ് കാണാൻ സാധിക്കുന്നതായിരിക്കും. ആദ്യം തന്നെ നമുക്ക് എന്താണ് DNS നോക്കാം. ഡിപ്ലോമ ഇൻ നോട്ടിക്കൽ സയൻസ്, അതാണ് ഈ DNSന്റെ ഫുൾ ആയിട്ടുള്ള നെയിം. ഈ ഒരു കോഴ്സ് പഠിക്കാൻ വേണ്ടിയിട്ടുള്ള എലിജിബിലിറ്റി എന്താണ്? നിങ്ങൾ ഈ ഒരു കോഴ്സ് പഠിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ +2 നിങ്ങൾക്ക് PCM ഉണ്ടായിരിക്കണം, അതായത് ഫിസിക്സ് കെമിസ്ട്രി മാത്സ് കഴിഞ്ഞവരായിരിക്കണം. അതിൽ തന്നെ നിങ്ങൾക്ക് മിനിമം ഒരു 60% മാർക്കെങ്കിലും ലഭിച്ചിട്ടുണ്ടാവണം. ഇനി ഇത് എത്ര വർഷത്തെ കോഴ്സാണ്? 1 വർഷത്തെ കോഴ്സാണ്. ഡ്യൂറേഷൻ വരുന്നത് 1 വർഷമാണ്. ഈ ഒരു കോഴ്സ് പഠിച്ചു കഴിഞ്ഞ് നിങ്ങൾ ഷിപ്പിൽ കയറുന്ന സമയത്ത് എന്ത് ജോലിയാണ് നിങ്ങൾക്ക് ആദ്യം ലഭിക്കുന്നത്? ഡെക്ക് കാഡറ്റ് എന്ന പൊസിഷൻ ആയിരിക്കും ആദ്യം തന്നെ നിങ്ങൾ ഈ ഒരു കോഴ്സ് പഠിച്ച് ഷിപ്പിൽ കയറുമ്പോൾ നിങ്ങൾക്ക് ലഭിക്കുന്നത്. ഈ DNS കോഴ്സ് എടുത്ത് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഷിപ്പിൽ ഉണ്ടാവുന്ന കരിയർ ഗ്രോത്ത് എങ്ങനെയാണെന്ന് നോക്കാം. ആദ്യം തന്നെ ജോബ് കിട്ടുന്നത് ഡെക്ക് കാഡറ്റ് ആയിട്ടായിരിക്കും. അവിടുന്ന് പ്രൊമോഷൻ കിട്ടി പിന്നെ 3rd ഓഫീസർ, 2nd ഓഫീസർ, ചീഫ് ഓഫീസർ, പിന്നെ ഏറ്റവും ഫൈനലി നിങ്ങൾക്ക് ക്യാപ്റ്റൻ ആയിട്ട് ജോലിക്ക് കയറാൻ സാധിക്കും. ക്യാപ്റ്റന്റെ സാലറി അറിയണ്ടേ? സാലറി വരുന്നത് 5 to 10 lakh പെർ മന്ത് ആണ്. ഇത് എക്സ്പീരിയൻസ് വെച്ചിട്ടാണ് വാരി ചെയ്തുകൊണ്ടിരിക്കാം, അല്ല കമ്പനി വെച്ചിട്ടും വാരി ചെയ്യാം. അതൊക്കെ ഓരോ കമ്പനിയുടെയും ഓരോ ആൾക്കാരെ എക്സ്പീരിയൻസും ഡിപ്പെൻഡ് ചെയ്തിരിക്കും. നെക്സ്റ്റ് വർക്ക് ടൈപ്പ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഷിപ്പ് ഹാൻഡ്ലിംഗ്, നാവിഗേഷൻ, ബ്രിഡ്ജ് ഡ്യൂട്ടി, പേപ്പർ വർക്ക്. നിങ്ങൾക്ക് കമാൻഡ് റോള്, അതുപോലെ ലീഡർഷിപ്പ്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് കൂടുതൽ ഇൻട്രസ്റ്റ് എങ്കിൽ DNS നിങ്ങൾക്ക് ചൂസ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. അതായത് ആ ഒരു മേഖല നിങ്ങൾക്ക് അനുയോജ്യമായിട്ടുള്ളതായിരിക്കും. നെക്സ്റ്റ് നമുക്ക് TME എന്താണെന്ന് നോക്കാം. ട്രെയിനി മെറൈൻ എഞ്ചിനീയർ. ഈ ഒരു കോഴ്സ് പഠിക്കാൻ ഉദ്ദേശിക്കുന്നവരാണ് നിങ്ങളെങ്കിലും നിങ്ങൾ +2 സയൻസ് എടുത്തവരായിരിക്കണം, അതായത് PCM ഉണ്ടായിരിക്കണം. അതിൽ 60% മാർക്ക് ലഭിച്ചിട്ടുണ്ടാവണം. അല്ല എങ്കിൽ മെറൈൻ എഞ്ചിനീയറിംഗ് കഴിഞ്ഞവർക്കും ഈ ഒരു കോഴ്സ് ചൂസ് ചെയ്യാവുന്നതാണ്. അപ്പൊ എന്തൊക്കെയാണ് ഡ്യൂട്ടീസ് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ മെയിനായിട്ട് ഈ ഒരു കോഴ്സ് പഠിച്ചു കഴിഞ്ഞവർ എഞ്ചിൻ ഡിപ്പാർട്ട്മെന്റിലായിരിക്കും ഡ്യൂട്ടീസും കാര്യങ്ങളൊക്കെ വരുന്നത്. അപ്പൊ ഈ കരിയർ ഗ്രോത്ത് നോക്കുവാണെങ്കിൽ ജോലിക്ക് കയറുന്ന സമയത്ത് ട്രെയിനി മെറൈൻ എഞ്ചിനീയർ ആയിട്ടായിരിക്കും ജോലിക്ക് കയറുക. അവിടുന്ന് പ്രൊമോഷനൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ 4th എഞ്ചിനീയർ, പിന്നെ 3rd എഞ്ചിനീയർ, 2nd എഞ്ചിനീയർ, ഫൈനലി ചീഫ് എഞ്ചിനീയർ ആയിട്ട് പ്രൊമോഷൻ ലഭിക്കും. ഒരു ചീഫ് എഞ്ചിനീയർക്ക് മിനിമം കിട്ടുന്ന ഒരു സാലറി എന്ന് പറയുന്നത് മന്ത്ലി 6 lakh ആണ്. മാക്സിമം ഒരു 12 lakh വരെ മന്ത്ലി കിട്ടുന്നതായിരിക്കും. ഇതും ഈ പറഞ്ഞതുപോലെ എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെ ഡിപ്പെൻഡ് ചെയ്യും. വർക്ക് ടൈപ്പ് നോക്കുവാണെങ്കിൽ എഞ്ചിൻ മെയിൻ്റെനൻസ്, ഹെവി മെഷീനറി കാര്യങ്ങൾ നോക്കുന്നത്, ഓയിൽ സിസ്റ്റം, മെക്കാനിക്കൽ ട്രബിൾ ഷൂട്ടിംഗ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത്. മെഷീൻസും ടെക്നിക്കൽ വർക്കും ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ഇഷ്ടപ്പെടുന്നവരാണ് നിങ്ങളെങ്കിൽ ഈ ഒരു TME എന്ന് പറയുന്നത് നിങ്ങൾക്ക് യോജിച്ചതായി. ഇനി നമുക്ക് ഇതിന്റെ രണ്ടിന്റെയും സാലറി കമ്പാരിസൺ ചെയ്ത് നോക്കിയാലോ. DNS പഠിച്ചിട്ട് നിങ്ങൾ ജോലിക്ക് കയറുന്നതാണെങ്കിൽ സ്റ്റാർട്ടിംഗ് സാലറി എന്ന് പറയുന്നത് ഒരു 25,000 തൊട്ടിട്ട് 40,000 വരെ ലഭിക്കും. TME കഴിഞ്ഞിട്ടാണ് പോകുന്നതെങ്കിൽ ജോലിക്ക് കയറുന്നതെങ്കിൽ 30,000 തൊട്ടിട്ട് 50,000 വരെ സാലറി കിട്ടും. ഇത് ഈ പറഞ്ഞതുപോലെ കമ്പനീസിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ചീഫ് എഞ്ചിനീയറും അതുപോലെ ക്യാപ്റ്റന്റെ സാലറി നോക്കുവാണെങ്കിൽ ടോപ്പ് ലെവലില് ഓൾമോസ്റ്റ് സാലറി ഒക്കെ സെയിം ആയിരിക്കും. ഇനി നിങ്ങൾ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് ടോപ്പ് ലെവലിലേക്ക് എത്താൻ പറ്റില്ല. മാക്സിമം ഒരു 8-10 വർഷങ്ങളൊക്കെ എടുത്തിട്ടായിരിക്കും ഈ ഒരു ടോപ്പ് ലെവലിലൊക്കെ റീച്ച് ചെയ്യാൻ സാധിക്കുന്നത്. ഈ രണ്ടെണ്ണത്തിന്റെയും നല്ല കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു തന്നു. അങ്ങനെ മാത്രം പറഞ്ഞാൽ പോരല്ലോ, ഇതിന്റെ ഡിഫിക്കൽട്ടീസ് കൂടി പറയണ്ടേ. DNSന്റെ കാര്യം എടുക്കുവാണെങ്കിൽ തിയറി പ്ലസ് നാവിഗേഷൻ എക്സാംസ് ഉണ്ടാകും, കമാൻഡിങ് കൂടുതലായിരിക്കും, അതുപോലെ കൂടുതൽ പേപ്പർ വർക്ക്സ് ഉണ്ടാവും. TMEയുടെ കാര്യം നോക്കുവാണെങ്കിൽ ഫിസിക്കൽ ഡിമാൻഡിങ് കൂടുതലായിരിക്കും TMEയിൽ.
അതുപോലെ എഞ്ചിൻ റൂമിലെ ചൂടും ആ സൗണ്ടും ഒക്കെ ഭയങ്കരമായിരിക്കും. ടെക്നിക്കൽ നോളേജ് നല്ല രീതിയിൽ ഉണ്ടാവണം. എഞ്ചിൻ സൈഡിൽ ജോലി ചെയ്യുന്നത് ഫിസിക്കലി ടഫ് ആയിട്ടുള്ള കാര്യമാണെങ്കിൽ ഡെക്ക് സൈഡിൽ വർക്ക് ചെയ്യുന്നത് മെന്റലി സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള കാര്യമാണ്. ഈ രണ്ട് ഡിപ്പാർട്ട്മെന്റിലും ജോലി കിട്ടിക്കഴിഞ്ഞാലുള്ള ലൈഫ് സ്റ്റൈൽ ഡിഫറൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഡെക്ക് സൈഡിലാണ് ജോലി കിട്ടിയിട്ടുണ്ടെങ്കിൽ ക്ലീൻ ആയിട്ടുള്ള യൂണിഫോം ആയിരിക്കും. അതുപോലെ ഡ്യൂട്ടീസ് കൂടുതലും പുറത്തായിരിക്കും, ബ്രിഡ്ജ് ഡ്യൂട്ടീസ് ആണ് ഉണ്ടാവുന്നത്. ഇനി എൻജിൻ ഡിപ്പാർട്ട്മെന്റിലാണ് ഡ്യൂട്ടി എങ്കിൽ എൻജിൻ റൂമിന്റെ അകത്തന്നെ ആയിരിക്കും കൂടുതൽ സമയം ജോലി വരുന്നത്. പുറത്തുനിന്നുള്ള ജോലി കുറവായിരിക്കും. പക്ഷെ എൻജിൻ റൂമിലെ ചൂടും അതുപോലെ സൗണ്ടും ഒക്കെ അസഹനീയമായിട്ടുള്ള കാര്യമാണ്. ലീഡർഷിപ്പ് മൈൻഡ് സെറ്റ് ഉള്ളവർക്ക്, നല്ല രീതിയിൽ കമ്മ്യൂണിക്കേഷൻ ഒക്കെ ചെയ്യുന്നവർക്ക്, അതുപോലെ ക്യാപ്റ്റൻ ആവാൻ താല്പര്യമുള്ളവർക്ക്, ഇങ്ങനെയുള്ള ആൾക്കാർക്കൊക്കെ DNS കോഴ്സ് ചൂസ് ചെയ്യാവുന്നതാണ്. മെഷീൻസിനെയൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക്, മെക്കാനിക്കൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ കൂടുതൽ താല്പര്യമുള്ളവർക്ക്, ഫിസിക്കലി സ്ട്രോങ് ആയവർക്ക്, ടെക്നിക്കലി സ്ട്രോങ് ആയവർക്ക്, ഇങ്ങനെയുള്ള ആൾക്കാർക്കൊക്കെ TME ചൂസ് ചെയ്യാവുന്നതാണ്. സാലറി മാത്രം നോക്കിയിട്ട് ഒരു കോഴ്സും ചൂസ് ചെയ്യാൻ പാടില്ല. രണ്ട് ഡിപ്പാർട്ട്മെന്റ് ആയിക്കഴിഞ്ഞാലും അതിന് അതിൻ്റെതായിട്ടുള്ള എന്താ പറയാ സ്ട്രെസ് കാര്യങ്ങളുണ്ട്, നല്ല കാര്യങ്ങളും ഉണ്ട്. ഇപ്പം കപ്പലിൽ ഗ്ലാമറസ് ആയിട്ടുള്ള ഒരു റോളാണ് ക്യാപ്റ്റൻ്റെതെങ്കിൽ ഷിപ്പിന്റെ പവർഫുൾ ബ്രെയിൻ എന്ന് പറയുന്നത് ചീഫ് എഞ്ചിനീയർ ആണ്. ഇത് രണ്ടും ആയിക്കോട്ടെ ഹൈ പേയിങ് ജോബ്സ് ആണ്. സോ നിങ്ങളുടെ പേഴ്സണാലിറ്റീസും ക്യാരക്ടേഴ്സും, ഇപ്പൊ ഞാൻ കുറെ കാര്യങ്ങൾ പറഞ്ഞല്ലോ എന്തൊക്കെയാണ് സ്യൂട്ട് ചെയ്യുന്നത് എന്നൊക്കെ. അപ്പൊ അതെന്തൊക്കെയാണെന്ന് നോക്കിയിട്ട് നിങ്ങളുടെ ടേസ്റ്റ്, നിങ്ങളുടെ ഇൻട്രസ്റ്റ് മനസ്സിലാക്കിയിട്ട് നിങ്ങൾക്ക് ചൂസ് ചെയ്യാവുന്നതാണ് ഏതാണ് വേണ്ടതെന്ന്. സോ ഇന്നത്തെ ഈ ഒരു വീഡിയോയില് ഞാൻ ക്ലിയർ കട്ടായിട്ട് എല്ലാ കാര്യങ്ങളും DNS TME കുറിച്ചിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഈ ഒരു വീഡിയോ നിങ്ങൾ ഫുള്ളായി കണ്ടതിന് ശേഷം നിങ്ങൾ തീരുമാനിക്കാം നിങ്ങൾക്ക് ഏതാണ് ചൂസ് ചെയ്യേണ്ടതെന്ന്. വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങൾക്ക് എന്തെങ്കിലും രീതിയിലുള്ള ഡൗട്ടോ കാര്യങ്ങളൊക്കെ വരുന്നുണ്ടെങ്കിൽ ഒന്നുകിൽ കമന്റ് സെക്ഷനിൽ ചോദിക്കാം, അല്ലാന്നുണ്ടെങ്കിൽ Instagram ID ഞാനിവിടെ മെൻഷൻ ചെയ്യാം, അതിൽ നിങ്ങൾക്ക് മെസ്സേജ് അയച്ച് ചോദിക്കാവുന്നതാണ്. സോ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി എന്ന് കരുതുന്നു. ഇനി നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ടോപ്പിക്കിനെ കുറിച്ചിട്ട് അറിയാൻ താല്പര്യം ഉണ്ടെങ്കിൽ അത് കമന്റ് സെക്ഷനിൽ ചോദിക്കാവുന്നതാണ്. സോ അടുത്തൊരു മെർച്ചന്റ് നേവി റിലേറ്റഡ് വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ, താങ്ക് യു.